സാധനമാണ് ഇതിൻ്റെ പാട്ട്. ഇതിൻ്റെ രചന സംഗീതവും നിർവഹിച്ചത് ഞാൻ തന്നെയാണ്. വളരെ സന്തോഷത്തോടെ നിങ്ങളൊക്കെ വന്നതിൽ വളരെ എന്താ പറയുക, നിങ്ങളോട് അതിൻ്റെ ഒരു സ്നേഹം അറിയിക്കുക. ആ ബുക്കാൻ്റെ കെയറോഫിൽ വന്ന കുറേ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആദ്യ പകുതി ഉച്ചവരെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യും. ഷൂട്ടിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ലൊക്കേഷനിലേക്ക് പോകാം. എന്താ അപ്പോൾ എല്ലാവർക്കും വന്നതിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹം അറിയിക്കുകയാണ്. കഴിയുന്നത് വരെയും ഉച്ചവരെയും നിങ്ങളുടെ എല്ലാവരുടെയും അതൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് നമ്മള് ആൽബങ്ങൾ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നോൺസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട എന്താ വെച്ചാൽ എല്ലാവരും സഹകരണം. നമ്മൾ മരണത്തുനിന്ന് വന്ന് നിന്ന് തിരിച്ചൊക്കെ തരിക. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ പറയണത്. ഞാൻ വിളിച്ചവരും ഞാൻ വിളിക്കാത്തവരും ഒക്കെ എല്ലാവരും സ്നേഹപൂർവ്വം എല്ലാവരെയും നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഇതിൻ്റെ എല്ലാം നമ്മോട് ഏറ്റെടുത്തത് പ്രേംകർനാഥ് നസീർക്കാണ്. നസീർക്ക് ഒരുപാട് സിനിമകളിൽ കണ്ണൂരിൻ്റെ മുഖം ആളുകളിലേക്ക് എത്തിച്ച ആളാണ്. അതുപോലെ ഇനിയും ഒരുപാട് സിനിമകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നസീർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാപ്പ് കൊടുക്കുന്നു. കവിതയെ ഒന്നുകൂടി നമുക്ക് വേണ്ടി പറയുകയാണ്. ഒരു 9ഓളം സിനിമകളിൽ ഇപ്പോൾ ഓൾറെഡി വന്ന മുഖമാണ്. അടുത്ത് ഏറെ ഹിറ്റായ രേഖാചിത്രത്തിൽ വരെ നമ്മുടെ നായികയുണ്ട്. പിന്നെ ഹീറോ നസീഫ് ഇപ്പോൾ 6 ആണുങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസായിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒരു പുറത്ത് നായകനായി ചെയ്യുന്നു. ക്ഷാമ എന്ന് പറഞ്ഞ സിനിമ റിലീസായി കഴിഞ്ഞു. ഒരു നായകനായിരുന്നു. പിന്നെ നമ്മളെ കുട്ടിമോള് ആയിട്ട് അഭിനയിക്കുന്ന അവള് മോഡലാണ്. ഇങ്ങനെയാണ് മനസ്സിലല്ല, രാവിലെ കണ്ടാൽ എനിക്ക് മോഡലേക്ക് തോന്നും. ഈ കോസ്റ്റ്യൂമിന് മനസ്സിലല്ല, അവൾ മോഡലാണ്. ഏത് മോഡലിംഗ് വർക്കുകളോ ആഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പൈസനൊന്നും പരിചയപ്പെടുത്തുന്നു, അവളെ വിളിക്കാം. പിന്നെ ഇതിന്റെ ക്യാമറ ചെയ്യുന്നത് ഫായിസ് മഞ്ചേരിയാണ്. ഫായിസ് മഞ്ചേരി ചെയ്ത ആൽബങ്ങൾ കാണുക, അത്രയും മനോഹരമായ ഫ്രെയിം ബ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തിട്ട് നമ്മളെ ഫായിസിനെ തന്നെ വിളിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. കൂടിയല്ലോ, സാറിന്റെ വയസ്സ് ചോദിക്കണ്ടോ ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ബോഡിയിലൊരു മാറ്റം ഉണ്ടോ? ആ സാധനം മാറി കേട്ടോ. സാറ് വളരെ ശാന്തനായിട്ട്